നിങ്ങൾ ഏത് കൂളൻ്റാണ് ചങ്ങാതി ഉപയോഗിക്കുന്നത്? നിങ്ങൾ റേഡിയേറ്റർ മാറിയിട്ടുണ്ടോ? ഫാൻ വേറെ വെച്ചിട്ടുണ്ടോ? കുറച്ച് പേര് അവരുടെ റേഡിയേറ്റർ ഫ്ലഷ് ചെയ്തു, കൂളൻ്റ് മാറി നോക്കി, എന്നിട്ടൊരു മാറ്റമില്ല, ഒരു എഫിഷ്യൻസി ഇല്ല. അപ്പം ഞാൻ എൻ്റെ വണ്ടിയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് തൽക്കാലം പറയാം. ഇതെല്ലാവർക്കും വർക്കാവണമെന്നില്ല, പക്ഷെ എന്നാലും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് അങ്ങോട്ട് റിവീൽ ചെയ്യാം. നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ വേണം, മനസ്സിലായോ? അപ്പോൾ റേഡിയേറ്റർ ഞാൻ സ്റ്റോക്ക് റേഡിയേറ്ററാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ചില വണ്ടികളിൽ സ്റ്റോക്ക് വില കൂടുതലായതുകൊണ്ട് അതിൻ്റെ തന്നെ കോപ്പി ചാത്തൻ റേഡിയേറ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എല്ലാം സ്റ്റോക്കാണ് റേഡിയേറ്റർ. പിന്നെ ഞാനൊരു കാര്യം ആകെ ശ്രദ്ധിക്കാറുള്ളത്, ഈ നമ്മുടെ വണ്ടിയുടെ കൂളിംഗ് ഫ്ലൂയിഡ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ കപ്പാസിറ്റിയുടെ 50% ഗ്ലൈക്കോളാക്കാൻ ഞാൻ നിർബന്ധം പിടിക്കും. ഭയങ്കര വാശി പിടിക്കും ഞാൻ. അത് ഏതറ്റം വരെ പോവും അതിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ OEM മാനുഫാക്ചർ പറയണത് വരെ ഞാൻ കേട്ടില്ല എന്ന് വരും. ഗ്ലൈക്കോളായിരിക്കണം. ഇപ്പോൾ 12 ലിറ്ററാണ് ടോട്ടൽ കപ്പാസിറ്റി എന്നുണ്ടെങ്കിൽ 6 ലിറ്റർ ഗ്ലൈക്കോളായിരിക്കണം അതിൽ. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഹെമി V8 ആണെങ്കിൽ 16 ലിറ്റർ. അപ്പോൾ 8 ലിറ്ററോളം ഗ്ലൈക്കോള്, ബാക്കി 8 ലിറ്റർ വെള്ളം. പറയാനുള്ള കാരണം, ഞാൻ ഈ കൂളൻ്റ് മേടിക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് എല്ലാ തരം കൂളൻ്റും 50-50 മിക്സിൽ മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ. ഏത് കടയിൽ ചെന്ന് ചോദിച്ചാലും ഓൺലൈൻ നോക്കിയാലും എല്ലാം 50-50 ആണ്. ആ കൂളൻ്റ് എനിക്ക് ഒഴിക്കണമെങ്കിൽ ഞാൻ റേഡിയേറ്ററിലത്തെ കൂളൻ്റ് മാത്രം ചോർത്തി കളഞ്ഞാൽ പോരാ, എൻജിൻ ബ്ലോക്കിലത്തെയും കൂടെ ചോർത്തി കളയണം. എൻജിൻ ബ്ലോക്കിലത്തെ ചോർത്തി കളയണമെങ്കിൽ അതിൻ്റെ കൂളൻ്റ് ലൈനുകളൊക്കെ നോക്കണം, ബ്ലോക്കിലത്തെ പ്ലഗുകളൊക്കെ നമുക്ക് കഴിക്കണം. അതൊക്കെ ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റില്ല, ചെയ്യുന്ന ഗാരേജുകളുണ്ട്. അപ്പോൾ മൊത്തം കൂളൻ്റ് ചോർത്തി കളഞ്ഞ് മാത്രമേ എനിക്ക് ആ 50-50 എന്ന് എഴുതിയിട്ടുള്ള സാധനം ഒഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒഴിച്ചാൽ മാത്രമേ ടോട്ടൽ സിസ്റ്റത്തിൽ 50-50 കോൺസെൻട്രേഷൻ കിടക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ എൻ്റെ പോലത്തെ ഒരാളാണ്, അതായത് വീട്ടിൽ വെച്ച് തന്നെ നമ്മുടെ സാധാ വെള്ളം വെച്ച് ഒരു 7-8 തവണ ഫ്ലഷ് ചെയ്ത് ഇതുപോലെ ക്ലിയർ വെള്ളമാക്കി കഴിഞ്ഞ് കൂളൻ്റ് ഒഴിക്കുന്ന ആളാണെങ്കിൽ ആ കൂളൻ്റ് 50-50ക്ക് പകരം കോൺസെൻട്രേറ്റഡ് ഗ്ലൈക്കോൾ യൂസ് ചെയ്യുക. അത് നിങ്ങളുടെ മാനുഫാക്ചറുടെ കയ്യിലുണ്ടോ എന്ന് നിങ്ങൾ തപ്പണം. ചില വണ്ടികൾക്ക് O80 ആയിരിക്കും, ചില വണ്ടികൾക്ക് HO80 ആയിരിക്കും, ചില വണ്ടികൾക്ക് PHO80 ആയിരിക്കും. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സമയമില്ല. നമ്മളങ്ങ് ഇറങ്ങണം. ഇത് നോക്കിയാൽ മതി, ഗ്ലൈക്കോൾ പെർസെൻറ്റേജ് 90% വേണം ആ ക്യാനിൽ, അല്ലാതെ 50-50 പോരാ. കാരണം നമ്മൾ റേഡിയേറ്ററിൽ മാത്രമേ ഫില്ല് ചെയ്യുന്നുള്ളൂ. ഈ റേഡിയേറ്ററിലുള്ള ഫ്ലൂയിഡിൻ്റെ ഒരു 2-3 ഇരട്ടി നമ്മുടെ എൻജിൻ ബ്ലോക്കിനകത്തും ബ്ലോക്കിനകത്തെ വാട്ടർ ജാക്കറ്റിലൊക്കെ ഉണ്ട്. നമ്മളത് ചോർത്തി കളയില്ല, അതിലൊക്കെ വെള്ളം കിടക്കുക. നമ്മൾ ഫ്ലഷ് ചെയ്ത് മൊത്തം വെള്ളമാക്കിയല്ലോ. അപ്പോൾ കറക്റ്റ് 50% നമ്മളാക്കണമെങ്കിൽ നമ്മൾ ഈ റേഡിയേറ്ററിനകത്തോട്ട് 90-95% ഗ്ലൈക്കോൾ നമ്മൾ ഒഴിക്കണം. എന്നാൽ മാത്രമേ ടോട്ടൽ സിസ്റ്റം പെർസെൻറ്റേജ് 50% നിൽക്കുള്ളൂ. മനസ്സിലായോ? പിന്നെ ഏത് ബ്രാൻഡ് അങ്ങനെയൊന്നും ഇല്ല. നിങ്ങളിത് നോക്കിയാൽ മതി, ഗ്ലൈക്കോള് കോൺസെൻട്രേഷൻ നോക്കുക, ബ്രാൻഡൊക്കെ കണക്ക് തന്നെ. എനിക്ക് ഈ പച്ചപ്പും ഹരിതാപൊക്കെ ഒരു താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഉപയോഗിച്ച വണ്ടി മിത്സുബിഷി ആയതുകൊണ്ടും എനിക്ക് ഈ മനോഹാരിത കുറച്ച് ഇഷ്ടമാണ്. അപ്പം ഞാൻ എൻ്റെ ഈ ഹെമി V8ലും മിത്സുബിഷി കൂളൻ്റ് ഉപയോഗിക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവരും ഇത് ചെയ്യണമെന്നില്ല, ഞാൻ എൻ്റെ ഒരു വഴി, ഞാൻ ചെയ്യുന്നൊരു വഴി പറഞ്ഞ കേട്ടോ. പിന്നെ നമ്മൾ ഈ കൂളൻ്റ് നിറയ്ക്കുമ്പോൾ ഇതുപോലെ സ്പിൽ ഫ്രീ ഫണലൊക്കെ വെച്ച് AC-യുടെ ഹീറ്ററൊക്കെ ഓണാക്കി ഒരു 30-40 മിനിറ്റ് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇടുക. വലിയ ചിലവൊന്നുമില്ല ഇതിന്. ബ്ലോക്കിനകത്തെയും വാട്ടർ ജാക്കറ്റിനകത്തൊക്കെ ഇങ്ങനെ പെട്ട് കിടക്കണ എയർ പാക്കറ്റ്സൊക്കെ അങ്ങ് പൊക്കോളും. രസമാണ് പരിപാടി. നിങ്ങൾ ചോദിക്കുന്നത് എന്തിനേയും 30-40 മിനിറ്റ്? ഇത് ഇത്രയും നേരം സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ തെർമോസ്റ്റാറ്റൊക്കെ ഓപ്പണായി ഇത് മൊത്തം സർക്കുലേറ്റ് ആവുള്ളൂ. തെർമോസ്റ്റാറ്റ് ഓപ്പൺ ചെയ്ത് ഇത് നിറയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലത്തെ കഷ്ടപ്പാടൊന്നുമില്ല. ഒറ്റ തവണ കൊണ്ട് തന്നെ മൊത്തം ഫ്ലൂയിഡ് കളഞ്ഞ് കയറ്റുന്ന സ്ഥലങ്ങൾ അതെല്ലാം നിങ്ങൾ തീരുമാനിക്കുക, അതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞത് 50-50 ഇതിൽ പിടിക്കുക. ഗ്ലൈക്കോള് എന്തിന് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ വെള്ളം മാത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അത് 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് തിളയ്ക്കും. നമുക്കത് പറ്റില്ലല്ലോ. ഗ്ലൈക്കോൾ വരുമ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ഒന്ന് കൂടും, വെള്ളം തിളക്കില്ല, നമുക്ക് നല്ല ചവിട്ടിയോട്ടം. അപ്പോൾ ഓവർ ഹീറ്റിനെ പറ്റിയും കൂളിംഗ് സിസ്റ്റത്തെ പറ്റിയൊക്കെ പറയാൻ കുറേ ഉണ്ട്.
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വീണ്ടും നീളും. അപ്പോൾ അതുകൊണ്ട് നിർത്തണം. എല്ലാവരും ചാടി നിൽക്കുക.